മുതലപ്പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് തെരച്ചിൽ നിർത്തിയത്. നാളെ രാവിലെ തെരച്ചിൽ പുനരാരംഭിക്കും. വിവരങ്ങളുമായി സനിസ ശോഭാചന്ദ്രൻ ചേരുകയാണ്. സനിസ, ഇന്നിപ്പോൾ തെരച്ചിൽ നിർത്തിയിട്ടുണ്ട്. വീട്ടുകാരുടെ ആധിയും സങ്കടവുമൊക്കെ നമ്മൾ ഇന്ന് രാവിലെ മുതൽ കാണുന്നതാണ്. ഇനിയിപ്പോൾ നാളെ ആയിരിക്കും അല്ലെ തെരച്ചിൽ വീണ്ടും തുടരുക? രാവിലെ മുതൽ വീണ്ടും ഈ മത്സ്യത്തൊഴിലാളികൾക്കായിട്ടുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഫ്രീമോൺ അതുപോലെ തന്നെ ഷിജിൻ കഴിഞ്ഞ ദിവസമാണ് ഇന്നലെയാണ് ഇവർ മത്സ്യബന്ധനത്തിന് വേണ്ടി അഴിമുഖത്തേക്ക് പോയപ്പോൾ വള്ളം മറിഞ്ഞ് ഇവർ കടലിലേക്ക് വീഴുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന 2 പേർ രക്ഷപ്പെടുകയും ഇവർ അതിൽ ചുഴിയിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് അപ്പോൾ തന്നെ ഈ രക്ഷപ്പെട്ട ആളുകൾ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരം പറഞ്ഞെങ്കിൽ പോലും പോലീസ് പെട്ടെന്നൊരു നടപടി എടുത്തില്ല എന്ന് കുടുംബം ആദ്യം മുതലേ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ മുതൽ തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ മുതലപ്പുഴയിലുള്ള കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ആളുകൾ ഉപരോധിക്കുകയും പ്രതിഷേധം കടുപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ന് മുഴുവനും ഉണ്ടായത്. ഈ പ്രതിഷേധത്തെ തുടർന്ന് കോസ്റ്റൽ ഗാർഡിന്റെ കപ്പൽ അവസാന നിമിഷം എത്തി ഇത്തരത്തിൽ അവിടെ മുഴുവനും തെരച്ചിൽ നടത്തി. കൂടാതെ തന്നെ നാവികസേനയുടെ ഹെലികോപ്റ്ററും എത്തി അവിടെ തിരച്ചിൽ നടത്തിയിരുന്നു. പോലീസ് ഡ്രോൺ അടക്കം പരത്തി തെരച്ചിൽ വളരെ ഗാഢമായ രീതിയിൽ തന്നെ നടത്തിയ ഒരു സാഹചര്യമായിരുന്നു. എങ്കിൽ പോലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയും പ്രക്ഷുബ്ധമായിട്ടാണ് കടലുള്ളത്. മോശം കാലാവസ്ഥയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നും ഓറഞ്ച് അലേർട്ട് ഉള്ള ഒരു സാഹചര്യമായിരുന്നു. കനത്ത മഴയെ തുടർന്നാണ് വൈകുന്നേരത്തോടു കൂടി തന്നെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചത്. നാളെ എന്തായാലും തിരുവനന്തപുരത്ത് മഴ മുന്നറിയിപ്പില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് തെളിഞ്ഞ ഒരു കാലാവസ്ഥയാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. അങ്ങനെയെങ്കിൽ നാളത്തെ തെരച്ചിലിൽ ഒരു ഫലം കാണുമെന്ന് തന്നെയാണ് നിലവിലെ പ്രതീക്ഷ. എന്തായാലും കുടുംബം വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇതിലേക്ക് ഉയർത്തിയിട്ടുള്ളത്. കാരണം ഈ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ള ഒരു സാഹചര്യത്തിൽ ആരും തന്നെ ഇവർക്ക് ഈ മുന്നറിയിപ്പ് കൊടുത്തില്ല. ഉദ്യോഗസ്ഥർ ഇത് അറിയിക്കേണ്ട ഉദ്യോഗസ്ഥർ ഈ മുന്നറിയിപ്പ് നൽകിയില്ല എന്ന് ജനപ്രതിനിധികൾ അടക്കം നമ്മളോട് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതിലടക്കം വകുപ്പ് തല ഒക്കെ ഉണ്ടാകുമെന്ന് MLA അടക്കം പറഞ്ഞിട്ടുണ്ട്. ലിൻഷ, ശരി, എന്തായാലും നാളെ രാവിലെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കും. സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.